നമുക്കിന്നേ ഡൈ ഇടാമേ മുടിയേലെ. അപ്പോൾ ആദ്യമേ ഡൈ ഇടുന്നതിന് എന്തിനാ മുഖത്ത് കഴുകിയെന്ന് ഓർക്കണ്ട. ഇത് കുറച്ച് എണ്ണ എടുത്തിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡൈ പറ്റിയാൽ എളുപ്പം അങ്ങ് പൊക്കോളും. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക. ഇച്ചിരി പറ്റിയാലും അങ്ങ് പൊക്കോളും. എന്നിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക, ഒരു ബ്രഷ് എടുക്കുക, കത്രിക എടുക്കുക. ഇതാ VIP ഷാമ്പൂ ബ്ലാക്ക് ബ്രൗണ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. ഈ 2 പാക്കറ്റും ഇതിനകത്ത് അങ്ങ് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് എല്ലായിടത്തും ഫുൾ മുടിയെ ഫുള്ളും, തലയോട്ടിയല്ല മുടിയെ ഫുള്ളും. തലയോട്ടിയെ നിങ്ങൾക്ക് വല്ല റൂട്ട്, അതായത് പുതിയ ഇങ്ങനെ തലയോട്ടിയെ പറ്റി പിടിച്ചതിൻ്റെ റൂട്ട് വല്ലതും വെളുത്തിരിപ്പുണ്ടെങ്കിൽ അതേ തേക്കാം കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഫുള്ള് മുടിയേൽ ഇത് രണ്ടും കൂടെ അങ്ങോ ഈ പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് ഫുൾ മുടിയെ തേച്ച് 1 മണിക്കൂർ കേട്ടോ. ഒറ്റ മണിക്കൂർ, മിനിമം 1 മണിക്കൂർ, ഒരു 1.25 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. തേക്കട്ടെ. ബ്ലാക്കിന് 96 രൂപയും ബ്രൗണിന് 51 രൂപയേ ഉള്ളൂ കേട്ടോ. മുടി ഞാൻ നന്നായിട്ട് ചീകിയായിരുന്നു കേട്ടോ. ചീകി കെട്ടി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല ചെട കളഞ്ഞെല്ലാം ചീകി. ഇത് ഇന്നലെ ഷാമ്പൂ ചെയ്തു, ഇന്നലെ കുളിച്ചപ്പോഴേ. ഇനി അങ്ങ് തേച്ചാൽ മതി. ഇതാ ബ്ലാക്കും ബ്രൗണും ഇത് രണ്ടും കൂടെ പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇതാ ബ്രൗൺ പൊട്ടിച്ചിട്ടപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു. ഒരു ചെറിയ പച്ച കളറും ബ്രൗൺ കളറും കൂടെ ഇങ്ങനെയാണ് കേട്ടോ. കാണാമല്ലോ, ചെറിയ പച്ച കളറും. ഇതാ ഇനി ഇത് മറ്റേ ബ്ലാക്ക് കൂടെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുള്ളൂ. ബ്ലാക്കിനകത്തുനിന്ന് വരുന്നത് ഒരു യെല്ലോ കളറും ഒരു പച്ച കളറും കേട്ടോ. മിക്സ് ആവുമ്പം ബ്ലാക്ക് ആവും. ഇത് കയ്യിലൊന്നും പറ്റിയിട്ട് സ്റ്റെയിൻ ആവുന്നൊന്നുമില്ല കേട്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ട് നോ സ്റ്റെയിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ കവറേൽ. ഇതിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് നാച്ചുറൽ കണ്ടോ ഹെയർ കളർ ഷാമ്പൂ, VIPയുടെ നാച്ചുറൽ ഹെയർ കളർ ഷാമ്പൂ എന്ന്. അതുകൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു നമുക്ക് വലിയ പ്രശ്നമില്ലാത്തത്, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത കേട്ടോ, അലർജി ഒന്നും ഇല്ലാത്ത. അപ്പോൾ ഇതാ ഫുള്ളിട്ടേ. ആ യെല്ലോയും ഒരു ഗ്രീനും ആയിട്ട്, അല്ല ക്രീമും ഒരു ഗ്രീനും ആയിട്ടല്ലായിരുന്നു ബ്ലാക്കിനകത്തെ. പക്ഷെ താഴോട്ട് വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അത് ബ്ലാക്ക് ആയി കേട്ടോ. ഇതുണ്ടോ, ഞാൻ മൊത്തം ഒന്ന് മിക്സ് ചെയ്യട്ടെ. മൊത്തം മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇത് സൂപ്പറാണ് കേട്ടോ. ഇതൊരു മാസം എന്നാന്നേലും മിനിമം നിൽക്കും. പിന്നെ എനിക്കൊരു 1.5 മാസം ഒക്കെ നിന്നായിരുന്നു. ഒട്ടും അങ്ങോട്ട് കളറ് മങ്ങിപ്പോയില്ലായിരുന്നു. ആ ബ്രൗൺ ഒക്കെ ഇട്ട ഭാഗത്ത്, അല്ല ബ്രൗണിൻ്റെ ആ ബ്രൗണിഷ് ആയിട്ടും ഇങ്ങനെ നിൽക്കുമായിരുന്നു. കളറ് അത്ര അങ്ങോട്ട് പോയില്ല. ബ്രൗണും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ആ ബ്രൗൺ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു 2.5-3 മാസമായെന്ന് തോന്നുന്നു അത് ഈ VIP ഷാമ്പു ഞാൻ നിങ്ങളെ തേച്ച് കാണിച്ചത്. അത് കുറേ പേര് കണ്ടില്ലേ. എൻ്റെ റേഞ്ച് അനുസരിച്ചുള്ള ഒരു 42,000 പേര്. നമ്മൾ വലിയ മില്യൺ കണക്കിൻ്റെ വ്യൂസിൻ്റെ ആളൊന്നും അല്ലല്ലോ, നമ്മൾ പാവം. അത് കാരണം കുഞ്ഞ് ഫ്രീ ആണോ? ഫ്രീ ആയിക്കേ. എൻ്റെ കാലെല്ലാം മുറിഞ്ഞില്ലേ,
അത് ഇച്ചിരി പച്ചയെണ്ണ വെച്ച് കോഴിക്കൂടിൻ്റെ അവിടെ ഒരു കമ്പി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, അതെൻ്റെ കാലേ കൊണ്ട് അങ്ങ് നല്ലതായിട്ട് ഇന്നലെയോ മിനിങ്ങാന്നോ ഞാൻ അന്ന് തേച്ചായിരുന്നേ എണ്ണയെ, പച്ചയെണ്ണ മറ്റേ മുറിവെണ്ണ ഞാൻ കാണിച്ചു തന്നില്ലേ, പച്ചയെണ്ണയെന്ന് പറഞ്ഞ് പണ്ട് കാണിച്ചു തന്നില്ല, ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ? സൂപ്പറാട്ടോ, നമുക്ക് എന്നെ വന്നാലും അതങ്ങ് തേച്ചാൽ മതി. ഇപ്പം അത് ഞാൻ അന്ന് തേച്ചതേ ഉള്ളായിരുന്നേ, 3 പോറൽ കമ്പി കൊണ്ട്. അപ്പോൾ ഈ കോഴിത്തീറ്റ കൊടുക്കാമ്പോൾ കോഴി വെപ്രാളം പിടിപ്പിക്കുന്ന കിടന്നുകൊണ്ട് എല്ലാം കൂടി ഇങ്ങനെ എൻ്റെ ദേഹത്തോട്ട് ചാടി വരും കോഴിത്തീറ്റയും കൊണ്ട് ചെല്ലുമ്പോൾ. അപ്പോൾ നമുക്ക് വെപ്രാളത്തിന് നമ്മൾ എങ്ങോട്ടേലും സ്പീഡിൽ അങ്ങ് മാറുമ്പോൾ എവിടെയെങ്കിലും ഒരയും. ഇപ്പം നല്ല മിക്സായെന്ന് തോന്നുന്നു, നല്ല മിക്സായെന്ന് തോന്നുന്നു. ബ്രഷ് ഇട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് മിക്സായി. അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞു ഇച്ചിരി ഇത് തേച്ച് ഒരു വലിച്ചിൽ വേദന, കുടിക്കാൻ ഇച്ചിരി വെള്ളവും വേണേ. പിന്നെ ചൂടല്ലേ, നല്ല ദാഹം എപ്പോഴും. ഞാനാണെങ്കിൽ ബെഡേൽ 3 കുപ്പി 3 4 കുപ്പി വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത്. അതെല്ലാം ഉറക്കത്തിലൊക്കെ ആവി എടുക്കുമ്പോഴും പരവേശം എടുക്കുമ്പോഴും എഴുന്നേറ്റ് അതൊക്കെ കുടിക്കും, വെള്ളം കുടിക്കണം. അപ്പോൾ ഫ്രീ ആയോ? ഇല്ല, ഇച്ചിരി വെള്ളം എടുക്കുക, പച്ചയെണ്ണയും തേച്ച കുഞ്ഞു റെക്കോർഡ് എഴുതുക. അപ്പം നമുക്കിത് തേക്കാം. യേശുവേ സ്തോത്രം. നല്ലതായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഈ കൊച്ചുങ്ങൾ തേച്ച് തരുവാണെങ്കിൽ നമുക്ക് നല്ല ഇതായിരുന്നു, പക്ഷെ തേക്കുമല്ല. ആഷർ പണ്ടൊക്കെ തേച്ച് തരുമായിരുന്നു, ആഷർ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. ആരണ് അറപ്പായി കയ്യേലൊക്കെ ഇങ്ങനെ പറ്റുമ്പോഴും ഒന്നും പുള്ളിക്ക് ഇത് ബ്രഷ് വെച്ചാന്നേ പോലും ചെയ്തു തരുമല്ലോ പുള്ളി. ഭയങ്കര ഞാൻ ഫോണേ മാറ്റിയിട്ട് കണ്ണാടി എടുത്ത് വെച്ചിട്ട് തേക്കട്ടെ, എന്നാലേ എനിക്ക് കറക്റ്റ് എല്ലായിടത്തും, വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് എല്ലായിടത്തും ഒന്ന് തേച്ചെടുത്ത് തന്നെ തേക്കാതെ അങ്ങനെ ഒന്ന് ചെയ്യട്ടെ. മൊത്തം തേച്ചിട്ട് കാണിക്കുക. ഇത് ഫുൾ അങ്ങ് എല്ലായിടത്തും അങ്ങ് മൊത്തം ഇങ്ങനെ വകഞ്ഞ് തേച്ചേക്കാം. ഇവിടെയാണ് എനിക്ക് ഈ ഫ്രണ്ടിൽ ഇങ്ങനെയാണ്, ഇത് കണ്ട് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ ഇവിടെ 1 2 എണ്ണം, പിന്നെ ദേ ഇവിടെ 1 2 എണ്ണം, പിന്നെ ഇവിടെ ഉച്ചിയേൽ 5 8 10 എണ്ണം. ഇനി അകത്തോട്ടൊക്കെ ഇങ്ങനെ നീളം മുടി ഇങ്ങനെ ഓരോ കുറച്ചിങ്ങനെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാം മൊത്തം ഒന്ന് തേച്ചേക്കാം അല്ലേ. മൊത്തം തേച്ച ബ്രൗണും കൂടെ ഉള്ളതുകൊണ്ട് നല്ല മൈലാഞ്ചി ഇട്ടോലൊക്കെ ഇരിക്കുമല്ലോ, തേക്കാം. കയ്യെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കയ്യെ പറ്റി, കയ്യല്ലേ ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പം നമ്മുടെ ഇത് കറക്കുമ്പം ശരിയല്ലേ, ഇച്ചിരി കഴിയുമ്പോൾ കറക്കുന്നത്. ഇത് ഗ്ലൗസ് ഉണ്ടായിരുന്നു, ഞാനത് പിശുക്കി അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. കയ്യെ അപ്പം പറ്റിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഗ്ലൗസ് ഇട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് കയ്യെ പറ്റിയത് അറിയാഞ്ഞത്, അല്ല കയ്യെ പറ്റാഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കയ്യെ പറ്റത്തില്ലെന്ന്. പക്ഷെങ്കിൽ കറുത്തു. 1 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാ കറുത്തിരിക്കുന്നു. പിന്നെല്ലാം പിന്നെ നമ്മുടെ തലയിലിപ്പോൾ കറുത്ത് വരണ്ടേ അല്ലേ. ശരിയാ, ഞാൻ ബോധമില്ലാതെ ഗ്ലൗസും ഇടാതെ ഇത്രയും പറ്റി. ഇനി അത് കഴുകുമ്പം പൊയ്ക്കോളുമായിരിക്കും. ഇച്ചിരി എണ്ണ തൂത്തിട്ടങ്ങ് കയ്യെ ഇച്ചിരി എണ്ണ തൂത്തിട്ട് ചെയ്യേണ്ടിയായിരുന്നു അല്ലേ. സാരമില്ല, നമുക്ക് അബദ്ധം പറ്റിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ഗ്ലൗസ് ഇട്ടാ ചെയ്തേ, അതാ ഞാൻ പറഞ്ഞേ പറ്റത്തില്ലെന്ന്. പക്ഷെ പറ്റി. അപ്പോൾ വെള്ളം എൻ്റെ അമ്മ കൊണ്ടെത്തുന്ന ജഗ്ഗ വെള്ളം കുടിക്കാം. അമ്മയാണോ ഭർത്താവാണോ ഇപ്പം ആരായാലും വെള്ളം കുടിക്കാൻ കൊണ്ടുവന്ന മൊത്തം തേച്ചിട്ട് കാണും. മൊത്തം തേച്ച് കേട്ടോ.
ഇനി അങ്ങ് കെട്ടി വെക്കാമേ. നല്ലതായിട്ട് അങ്ങ് കെട്ടി വെക്കാം. ഒരു മണിക്കൂർ അവിടെ അങ്ങ് ഇരിക്കട്ടെ. ഉണ്ടോ? അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കാണിക്കാമേ. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം തെറ്റിപ്പോയി. 1 മണിക്കൂർ വെക്കണ്ട, 15 മിനിറ്റാണ്. ഞാൻ ഓർക്കാതെ പറഞ്ഞാണേ. 1 മണിക്കൂർ വെക്കുന്ന ഹെന്നയൊക്കെ വെക്കുന്ന ആ ഇത് ഓർമ്മ വെച്ചങ്ങ് പറഞ്ഞതാണ്. 1 മണിക്കൂറല്ല കേട്ടോ, ഇത് 15 മിനിറ്റ്. ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുമ്പോൾ അവർ നമുക്ക് അരമണിക്കൂറാണ് വെക്കുന്നത്. അത് അവരുടെ ഡൈ വേറെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഞാൻ ഇത് VIP ഷാമ്പൂ ഓൺലൈനിൽ കിട്ടാതായപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി 3-4 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന്, വല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ മൈലാഞ്ചിയുടെ ആ മറ്റേ ടിപ്പ് അതാണ് ഇടുന്നത്. അല്ലാതെ ഫങ്ഷനൊക്കെ വരുമ്പോൾ ബ്ലാക്ക് ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ അരമണിക്കൂർ ആക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓർക്കാൻ പറഞ്ഞ 15 മിനിറ്റ് മതി VIP ഷാമ്പൂവിനെ. കണ്ടോ? 15 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് കഴുകി കുളിച്ചിട്ട് കാണിക്കാം. അപ്പോൾ അതാ കുളിച്ചൊക്കെ മെടുക്കത്തിയായി. എൻ്റെ മുടി വളർന്നു കേട്ടോ. കണ്ടോ? ഈ നടുഭാഗത്ത് എനിക്ക് മുടി വളർച്ച കുറവല്ലായിരുന്നു. പണ്ട് ഇവിടുന്ന് വെട്ടിയൊക്കെ കുറേ ഉള്ളു ഇങ്ങനെ അകത്തുനിന്നൊക്കെ കളഞ്ഞതേ. അതിൽ പിന്നെ അവിടെ ഈ നടുഭാഗം അങ്ങ് നീളം കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം ലെവലായി. ആരൺ ഇപ്പോൾ ചോദിക്കുക അല്ലേ ആരൺ? ഒച്ചത്തി പറ. ആരൺ ഞാനിത് ചീകി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പം കുഞ്ഞു എൻ്റെ മുടി വളർന്നടാന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മുടി വെട്ടിയോന്ന് ചോദിക്കുകയാണ്. എല്ലാം ഒരേ ലെവലിൽ കിടക്കുക അല്ലേ കുഞ്ഞു? ഒരേ ലെവലിൽ കിടക്കുന്നു. പിന്നെ എന്നായിരുന്നു, നടുഭാഗത്തൊക്കെ നല്ല മുടിയായി, ഒരേ ലെവലിൽ കിടക്കുന്നു. അപ്പം നല്ല നീറ്റായി. അപ്പോൾ ദേ നമ്മുടെ ഡൈ തേച്ചിട്ട്, ഷാമ്പൂ ഒന്നും തേച്ച് നമ്മൾ കഴുകത്തില്ല. അത് തന്നെ ഒരു ഷാമ്പും ഇതെല്ലാം കൂടെ ആണെന്നല്ലോ, നല്ല പതഞ്ഞ് വരും. ഇത് കണ്ടോ, പണ്ട് ഒരിടയ്ക്ക് ഞാൻ റോസ്മേരിയൊക്കെ തേച്ചില്ല. അത് കാരണം എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ മുടി കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ മുടി കിളുത്ത് വന്ന് ഇവിടെയൊക്കെ നല്ല കഷണ്ടി ആയിരുന്നേ. അതെല്ലാം മാറി. ഉണ്ടോ? നല്ല കറുത്തില്ലേ? രാവിലെ എൻ്റെ ഇച്ചിരി ബ്രൗണിഷ് ആയിട്ടല്ലേ മുടിയിരുന്നേ. അതായത് നമ്മൾ ഹെന്നയൊക്കെ തേച്ച് അങ്ങനെയല്ലായിരുന്നോ? ഇപ്പം എന്താ ബ്രൗണും ഉണ്ട്. നമ്മൾ ബ്രൗണും ബ്ലാക്ക് കൂടെ അല്ലേ തേച്ച്. അത് കാരണം എന്തേ നല്ല, അത് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കണ്ടാൽ അറിയത്തില്ല. മൊത്തം നരയെല്ലാം പോയി, ഒറ്റ നരയില്ല. കണ്ടോ? നരയെല്ലാം പോയി. നല്ല നാച്ചുറൽ അല്ലേ? ഇതാണ് ഈ VIP ഷാമ്പൂവിൻ്റെ ഒരു പ്രത്യേകത. എന്നാണെന്നറിയാം, ഭയങ്കര നാച്ചുറലാണ്. നമുക്ക് ഒറിജിനൽ മുടി നമ്മളുടെ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. അല്ലാതെ ഇത് തേച്ച് കഴിയുമ്പോൾ കരിക്കട്ട കറുപ്പോ അല്ലെങ്കിൽ ആ ബ്രൗൺ ഇട്ട് കഴിയുമ്പോൾ, ഞാൻ ഓർത്ത് ആ ബ്രൗൺ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ബ്രൗൺ കളറായിരിക്കും മുടിക്കുന്നത്. പക്ഷെ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മുടി ഓരോന്നൊക്കെ നല്ലതായിട്ട് എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ അപ്പോൾ എന്തുമാത്രം വളരും. ഇത് ഞാൻ വല്ലപ്പോഴും മാസത്തിലൊക്കെ അല്ലേ എന്നതിലൊക്കെ ഇങ്ങനെ തേക്കുന്നത്. പരിരക്ഷിച്ചാൽ നല്ലതായിട്ട് വളരുന്ന മുടിയാണ്. ആ ബ്യൂട്ടീഷ്യൻ പറഞ്ഞായിരുന്നു ഡാമേജ് എല്ലാം പോയെന്ന്. ഡാമേജ് ചെയ്തെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഡാമേജ് പോയെങ്കിൽ തന്നെ രക്ഷപ്പെട്ടു. കാരണം ഡാമേജ് ഇല്ലെങ്കിൽ മുടിക്ക് പിന്നെ എന്നെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഓരോ ടിപ്സൊക്കെ ചെയ്യുമ്പോൾ ഇല്ലേ, അത് ഫുള്ള് നല്ലതായിട്ട് എഫക്റ്റീവ് ആവും. പെട്ടെന്ന് നമുക്ക് മുടി വളരുകയും പിന്നെ ഉള്ളു വെക്കുകയും എല്ലാം പിന്നെ എല്ലാം ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ മൈലാഞ്ചിയുടെ ടിപ്സ് ഞാൻ ഇട്ടില്ലായിരുന്നോ? അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിലല്ലേ തീർച്ചയായിട്ടും ഒരിക്കലും പിന്നെ മുടി ഇത് ഞാൻ ഇങ്ങനെ ഇട്ടിരുന്നു. ഇത് തേച്ചാൽ ഇനി പുതിയ മുടി നരച്ച മുടി പുതിയതായിട്ട് ഇനി വരത്തില്ല. ഇത് ഇനി വന്നിട്ട് വേണ്ടേ ഇനി ഡൈ തേക്കാമെന്നും പറഞ്ഞൊരു ടൈറ്റിലിട്ട് ഞാൻ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തൊരു വീഡിയോയില്ലേ.
അതിനകത്ത് ഞാൻ കാണിച്ചില്ലായിരുന്നോ? അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യണം. അത് സ്ഥിരമായിട്ട് ചെയ്തിട്ട് പിന്നെ വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇനി നല്ല അങ്ങോട്ട് വലിയ ഇതുപോലെ നാച്ചുറൽ മുടിയായിട്ട് കരിക്കട്ടയല്ല, കരിക്കട്ടെ എന്ന് വെച്ചാൽ ചിലരുടെ ഡൈ ഇടുമ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ പിടിച്ചിരുന്ന് അല്ലേ ഒരുമാതിരി കരിം ബ്ലാക്ക് പോലെയൊക്കെ ഇരിക്കുന്ന അതല്ല. ഇത് നാച്ചുറൽ. നമ്മളിപ്പോൾ ഒരാൾ ജനിച്ച് വളർന്ന് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ മുടി നല്ല കറുത്ത മുടിയില്ലേ, നല്ല അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഇഷ്ടംപോലെ മുടിയും ഉണ്ടോ, മുടിയും വളർന്നു, നീളവും വെച്ചു, ഉള്ളും വെച്ചു, കറുത്ത് ഇരിക്കും. നമ്മൾ മറ്റേ ഹെന്നാടെ ഇതില്ലേ അത് സ്ഥിരം ചെയ്ത അത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ തേക്കാം. നല്ലതാണ്. ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ അത് തേക്കണം. നല്ല സൂപ്പറാണ്. എൻ്റെ മുടി വളർന്നില്ലേ, വളർന്നു, കറുപ്പല്ലേ, പിന്നെ ഉള്ളൊക്കെ വെച്ചില്ലേ, അതാ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പം പിന്നെ ഈ VIP ഷാമ്പു എൻ്റെ ഇവിടെയൊന്നും പിടിച്ചൊന്നും ഇരിപ്പില്ല. എണ്ണ നമ്മൾ നല്ലതായിട്ട് എണ്ണ മുഖത്തും ഇവിടെയൊക്കെ നല്ലതായിട്ട് എണ്ണ അങ്ങ് തേച്ചിട്ട് അത് തേക്കുമ്പോൾ ഇല്ലേ ഒന്നും പിടിച്ചിരിക്കുകയല്ലേ, നല്ലതല്ലേ. അതാ പറഞ്ഞത് VIP ഷാമ്പു വാങ്ങിക്കണേ. അതായത് ബ്ലാക്കും ബ്രൗണും മേടിക്കണം. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തേക്കുമ്പോൾ നല്ലതായിട്ട് ബ്രൗണിഷ് ആയിട്ടും ഇരിക്കും, നല്ല നാച്ചുറൽ ബ്ലാക്ക് കളറും കിട്ടും. സൂപ്പറല്ലേ. ഇനിയിപ്പോൾ നമുക്കൊന്നും മേടിക്കേണ്ട, ചുമ്മാ അതേ ഇതുപോലെ അങ്ങ് അഴിച്ചിട്ട് ഇപ്പം ഞാൻ വെക്കുന്ന പോലെ ഒരു ബോ വെക്കുവോ, അല്ലെങ്കിൽ ഇവിടുന്ന് ശകലം ഇങ്ങനെ എടുത്ത് വേണ്ട ഒരു പുറയിൽ ഇങ്ങനെ നമ്മൾ കുഞ്ഞൊരു ക്ലിപ്പ് ഇടത്തില്ലേ, അങ്ങനെ വല്ലതും ഇടുകയോ ചെയ്താൽ നമുക്ക് സാരിയാണെങ്കിലും ചുരിദാറാണെങ്കിലും എല്ലാത്തിനും നല്ല അങ്ങ് പോയാൽ മതി. കണ്ടോ, ഇതിപ്പോൾ ഷാമ്പൂ ഒന്നും ഇട്ടിട്ടില്ല, ഇപ്പം അതിനകത്ത് ഷാമ്പൂ ഉള്ളതല്ലേ, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ മറ്റേ ലോറിയലിൻ്റെ സ്മൂതനിങ് ഷാമ്പൂ ഇല്ലേ, അതിട്ടാലും ഇതുപോലെ ഇരിക്കും, നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇനി ഒന്നും അറിയണ്ട, നീറ്റായിട്ട് പോകാം അല്ലേ. മുടി കൊള്ളത്തില്ലെങ്കിൽ മൊത്തം പോറാം. മുടിയല്ലേ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കും, അതാ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ? പിന്നെ എന്നാ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇതെല്ലാവരും ധൈര്യമായിട്ട് ചെയ്തു. ദൈവം സഹായിച്ച് ഒരലർജിയും വരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്. ഇപ്പം രാവിലെ ഒരു വീഡിയോ ഇട്ടു, ഒരു ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കാണിച്ച്, ആരും കണ്ടില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. എന്നാ ഒരു മോശമാണ്. ആഷറിൻ്റെ മൗറീഷ്യസിൽ ആഷറിൻ്റെ കിച്ചണിൽ ആഷർ, കൂട്ടുകാരും ആഷറും കൂടെ, ആഷറാ മെയിൻ. ആഷറിന് മാത്രമേ പാചകം അറിയത്തുള്ളൂ, കൂട്ടുകാർക്കൊന്നും അറിയത്തില്ല. ആഷർ എല്ലാം ചെയ്യുന്ന, അവരെല്ലാം ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കും. ഇതിപ്പോൾ അവർ ചിക്കൻ കഴിക്കാത്തവർ ഉണ്ട്. അപ്പം ആഷറിന് വേണ്ടിയിട്ട് ആഷർ പെട്ടെന്ന് ചിക്കൻ ശകലം എടുത്ത് കറി വെക്കുന്ന അതാക്കാൻ പിന്നെ പ്രിപ്പയർ ചെയ്യുന്നത് മൊത്തം കുക്കിങ് കാണിച്ചില്ല, അരിയുന്നതും ഇതൊക്കെ കാണിച്ച് എനിക്ക് ഷോർട്സിന് വേണ്ടി അയച്ചു തന്ന. അതിന് ഇപ്പം പെട്ടെന്ന് ഇട്ട ഉടനെ 10 മിനിറ്റ് കൊണ്ട് 700 പേര് കണ്ട്. ഞാൻ കുറച്ച് മുമ്പേ നോക്കുമ്പോൾ 1000 അടുത്തായി. ഇപ്പം ഇനി നോക്കുവാണെങ്കിൽ 1000 കഴിഞ്ഞാണ്. പെട്ടെന്ന് ആയിട്ടുണ്ട്. ഷോർട്സിന് വലിയ കുഴപ്പമില്ല, എന്നാലും പോരാ. ഷോർട്സൊക്കെ ഇതിലുമൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്ന. എല്ലാവർക്കും മൊത്തം മടുപ്പാന്നാണ് പറഞ്ഞത്. എന്നാൽ അതങ്ങനെ പോരല്ല. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇതൊരു ജോലിയല്ലേ, ഈ ജോലി ഭംഗിയായിട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അത് നീറ്റായിട്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തില്ലേ പിന്നെ എങ്ങനെ. അപ്പം നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അതിന് മുമ്പ് എല്ലാവരോടും പറയാം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ.